ഹലോ. അങ്ങനെ ഇന്നലെ മാർവൽ അനിമേഷന്റെ പുതിയ മിനി സീരീസ് വന്നിട്ടുണ്ട്, ഐസ് ഓഫ് വക്കാണ്ട. സോ ഇതിലാകെ നാല് എപ്പിസോഡ്സേ ഉള്ളൂ. ഓക്കെ, ഈ 4 എപ്പിസോഡ്സും 25 മിനിറ്റ്സ് വെച്ചാണ് ഈച്ച്. ഓക്കെ, പിന്നെ ഈ എപ്പിസോഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡൗട്ട് തോന്നും, അതായത് ഇത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻസ് വരുന്നുണ്ടോ ഇല്ലയോ, അങ്ങനെയൊക്കെ കുറച്ച് ഡൗട്ട്സ് തോന്നാം. പക്ഷെ ഫൈനൽ എപ്പിസോഡ്, അതായത് 4ാമത്തെ എപ്പിസോഡിലാണ് എല്ലാ ഡീപ്പ് സീക്രട്സും അതുപോലെ തന്നെ എന്തൊക്കെ കണക്ഷൻസ് ഉണ്ട്, എൻ ക്രെഡിറ്റ് സീന്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഈ 4ാമത്തെ എപ്പിസോഡാണ്. നമുക്ക് പൂർണ്ണമായിട്ടും കഥയുടെ ഒരു ഓവറോൾ മൊത്തം ഒരു ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഈ 4th എപ്പിസോഡിലാണ്. ഓക്കെ, സോ ഞാൻ ഇവിടെ ഇന്ന് ഇതിന്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ, അതായത് ഔട്ട്ലൈൻ മാത്രമല്ല ഒരു കോർ, അതിന്റെ തീം എന്തൊക്കെയാണ്, ഈ 4 എപ്പിസോഡും 4 ഡിഫറെന്റ് ടൈറ്റിൽസിൽ വരുന്ന ഈ സ്റ്റോറീസ് എങ്ങനെയാണെന്നുള്ളത് മാത്രമേ ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുള്ളൂ. കാരണം സ്പോയിലർ ആക്കുന്ന എന്തിനാ, അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് കാണാൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റഡ് ആയിട്ട് കഥ എന്താണ്, അതിന്റെ ഒരു തീം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഈ 4 എപ്പിസോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 എപ്പിസോഡിൽ നാല് മിഷൻസ് കൊടുക്കുന്നതായിട്ടാണ് എല്ലാ സ്റ്റോറിയും. ഓക്കെ, ഈ 4 മിഷൻ ചെയ്യാനും 4 പേരുണ്ട്. അവർ 4 പേരുമാണ് ഇതിനകത്തെ മെയിൻ ക്യാരക്ടേഴ്സ്. ഓക്കെ, 4 പേര് മാത്രമല്ല, എല്ലാവർക്കും ഇതിൽ ഈക്വൽ ആൻഡ് ഓരോ എപ്പിസോഡിലും ഓരോ മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 4 മിഷൻസ് ഉണ്ട്. ഈ 4 മിഷൻസും 4 ആർട്ടിഫാക്ട്സ് കണ്ടുപിടിക്കുന്നതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇതിലെ മിഷൻസ് എല്ലാം. ഓക്കെ, സോ ഫസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുമ്പോഴത്തേനും ഇൻ ടു ദ ലയൺസ് ഡെൻ, അതാണ് എൻ്റെ ടൈറ്റിൽ. ഓക്കെ, ഇതിലെന്ന് പറയുമ്പോഴത്തേനും കാണിക്കുന്നതെല്ലാം ഈ 4 എപ്പിസോഡിലെ എല്ലാ സ്റ്റോറി ലൈൻസ് എന്ന് പറയുമ്പോഴത്തേനും വക്കാണ്ടയുടെ പഴയ സ്റ്റോറി, അതായത് കുറേ വർഷങ്ങൾക്ക് മുന്നേ നടന്ന സ്റ്റോറീസ് ആണ്. അതായത് BCസിൽ നടന്നതും ADസിൽ നടന്ന സ്റ്റോറീസ് ആണ് ഇതിനകത്ത് കാണിക്കുന്നതെല്ലാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ എപ്പിസോഡിൽ എന്ന് പറയുമ്പോഴത്തേനും 1260 BCയിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് ഇത് കാണിക്കുന്നത്. അപ്പം ഈ സ്റ്റോറിയിൽ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് നോർമലി അറിയാം, വക്കാണ്ടനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉണ്ട്, അതാണ് നമ്മുടെ ഡോറ മിലേജ്. സോ ഇതിൽ വരുന്ന കുറെ വുമൺസ് ഉണ്ടല്ലോ, അപ്പം അവരിൽ ഒരു പെണ്ണുണ്ട്. അപ്പം ആ വുമണെ മുന്നേ ഇത് ചെയ്യുന്നു, അവർ ഫോർമർ ഏജന്റ് ആയിരുന്നു. ഓക്കെ, ഈ ഗ്രൂപ്പിലെ ഫോർമർ ഏജന്റ് ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരി ഇതിൽ നിന്ന് അവര് വെളിയിൽ ഇത് എന്താ പറഞ്ഞ ഔട്ട്കാസ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ ഔട്ട്കാസ്റ്റ് ചെയ്ത പുള്ളിക്കാരിയെ വീണ്ടും തിരിച്ച് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരിയെ ഇങ്ങോട്ട് വിളിക്കുന്നതായിട്ടാണ്, വക്കാണ്ടിൽ തിരിച്ച് വീണ്ടും വിളിക്കുന്നതായിട്ടുള്ളതാണ് ഈ ഫസ്റ്റ് എപ്പിസോഡ്. സോ പുള്ളിക്കാരിയെ കൊടുക്കുന്ന മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ പേരെന്ന് പറഞ്ഞാൽ നോണി എന്നാണ്. ഓക്കെ, സോ ഈ നോണി വന്നിട്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഒരു മിഷൻ കൊടുക്കാന്ന് വെച്ചാൽ ഈ ഇവരുടെ ഈ വക്കാണ്ടയിലുള്ള ഒരു ഹയസ്റ്റ് റാങ്കിങ് ഒഫീഷ്യലിനെ കാണാതെ പോയി. അപ്പൊ പുള്ളിക്കാരനെ കാണാതെ പോയി. അപ്പൊ ഈ പുള്ളിക്കാരനെ കണ്ടുപിടിക്കണതായിട്ടാണ് പുള്ളിക്കാരിക്ക് കൊടുക്കുന്നത്. അപ്പൊ പുള്ളിക്കാരി ഇതിനെ കണ്ടുപിടിക്കാൻ പോകുന്ന ഈ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവര് ട്രാവൽ ചെയ്ത് പല സ്ഥലങ്ങളിലൊക്കെ പോയി. അങ്ങനെ ഒരു ഷിപ്പിലാണ് ഫൈറ്റ് സീൻസും, ഇതിൽ കുറെ ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ട് ഫസ്റ്റ് എപ്പിസോഡ്സ്. സോ ഈ ഫസ്റ്റ് എപ്പിസോഡിൽ മൊത്തം നിറയെ ആക്ഷൻ സീൻസ് ഉണ്ട്. സോ ഈ ആക്ഷൻ സീൻസിൽ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഈ ഹയസ്റ്റ് റാങ്കിങ് ഒഫീഷ്യലായിട്ടുള്ള നക്കാട്ടി എന്ന് പറയുന്ന ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ ഇയാളെ കണ്ടുപിടിച്ചിട്ട് അവിടെ നടക്കുന്ന കുറേ കാര്യങ്ങളും അങ്ങനെയുള്ള കുറേ തിങ്സ് ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. പുള്ളിക്കാരിയെ മെയിൻ ആയിട്ട് ഈ മിഷന് പറഞ്ഞു വിടണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇവരോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ നക്കാട്ടി എന്ന് പറയുന്ന ഹയസ്റ്റ് റാങ്കിങ് ഒഫീഷ്യൽ വന്നിട്ട് ഇവിടുത്തെ കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ്, അതായത് വക്കാണ്ടിൽ നിന്നുള്ള അഡ്വാൻസ്ഡ് വെപ്പൺസ് എടുത്തുകൊണ്ട് പുള്ളിക്കാരൻ ഔട്ട്സൈഡ് വേൾഡിൽ പോയേക്കുവാണ്. സോ അത് വന്നിട്ട് വെളിയിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, അത് മറ്റുള്ളവർക്ക് ഹാംഫുൾ ആയിരിക്കും. സോ അതെല്ലാം റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരിയെ പറഞ്ഞു വിടുന്നത്. അങ്ങനെ ഇതിനകത്തുള്ള ഫൈറ്റ് സീക്വൻസ്, അതായത് ഫസ്റ്റ് എപ്പിസോഡിൽ കാണിക്കുന്ന ഫൈറ്റ് സീക്വൻസിൽ എന്ന് പറയുമ്പോഴത്തേന് കുറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് എല്ലാം വക്കാണ്ടയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറെ അഡ്വാൻസ്ഡ് വെപ്പൺസ് പുള്ളിക്കാരൻ ഇതിൽ നോണിന്റെ കൂടെ, അതായത് നക്കാട്ടിയും നോണിയും തമ്മിലുള്ള ഒരു വാറിനകത്ത് മീൻസ് അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സീക്വൻസിലെല്ലാം കാണിക്കുന്നുണ്ട്. ഈ എന്തൊക്കെ തിങ്സ് ആണ് അവിടെ നിന്ന് എടുത്തിട്ട് ഈ ഔട്ട്സൈഡ് വേൾഡിൽ വന്നിട്ട് ഇവർ ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഫൈറ്റ് വിൻ ചെയ്യോ ലോസ് ചെയ്യോ പുള്ളിക്കാരി ഇതെല്ലാം തിരിച്ച് റിട്രീവ് ചെയ്ത് വക്കാണ്ടയിൽ പോവോ ഇല്ലേ എന്നുള്ളതാണ് ഫസ്റ്റ് എപ്പിസോഡ്. ഇനി സെക്കൻഡ് എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ലെജൻഡ്സ് ആൻഡ് ലൈസ്. ഈ ലെജൻഡ്സ് ആൻഡ് ലൈസിൽ എന്ന് പറയുമ്പോൾ സെയിം എന്താ മിഷൻ എന്ന് പറയുമ്പോഴത്തേനും ഇതേപോലെ തന്നെ ആർട്ടിഫാക്റ്റിനെ കണ്ടുപിടിക്കണ തന്നെയാണ് മിഷൻ. പക്ഷെ ഇവിടെ ആർട്ടിഫാക്റ്റ് എന്ന് പറയുന്നത് ഒരു നെക്ലേസിന്റെ അകത്തിരിക്കുന്ന വൈബ്രേനിയൻ കണ്ടന്റ് ആണ് ആ ആർട്ടിഫാക്റ്റ്. ഓക്കെ, സോ ഈ സ്റ്റോറി ലൈനിലെന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ കാലഘട്ടത്തിലുള്ള ഒഡീസിയസും അക്കേലീസും
നമ്മുടെ ട്രോജൻ വാർ നടക്കുന്ന സമയത്തുള്ള ഒരു സ്റ്റോറി ലൈനാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും ഈ അക്കേലീസിന് ഒരു ഫ്രണ്ട് ഉണ്ട്. ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വക്കാൻഡയിൽ നിന്ന് വന്ന മെംനോൺ എന്ന് പറയുന്ന ഒരു സ്പൈ ആയിരുന്നു. ഓക്കെ, മെംനോൺ എന്തിനാണ് ഇവരുടെ കൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ ട്രോജൻസുമായിട്ട് യുദ്ധം നടത്തി ഈ വാർ വിൻ ചെയ്തിട്ട് ഈ വാർ നടക്കുന്ന സമയത്ത് ഈ ആർട്ടിഫാക്റ്റ് ട്രോജൻസിന്റെ കയ്യിൽ നിന്ന് റിട്രീവ് ചെയ്ത് വക്കാണ്ടയിൽ പോകാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ ഇത് ചെയ്യുന്നത്. ഇതിൽ അക്കേലീസും മെംനോണും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഓക്കെ, എല്ലാ മിഷൻസിലും ഇതിനകത്ത് പറയുന്നുണ്ട് അവർ എല്ലാ വാറിലും ഒരുമിച്ചായിരുന്നു, അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഡീപ്പസ്റ്റ് ആയിരുന്നു. അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈനാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. സോ ഇതിന്റെ എൻഡിലെന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ വക്കാണ്ടൻ സ്പൈ ആയ മെംനോൺ അക്കേലീസിനെ വാറിൽ തനിച്ചാക്കി ഈ വക്കാണ്ടൻ മിഷൻ കംപ്ലീറ്റ് ചെയ്യോ അതോ വാറ് വിൻ ചെയ്ത് ഗ്രീക്സ് അവരുടെ വാറ് വിൻ ചെയ്യുകയോ എന്നുള്ളതാണ്. സൈഡ് ടു സൈഡ് ഇവർ ബാറ്റിൽ ചെയ്ത്, അതായത് ഗ്രീസിന് വേണ്ടി ബാറ്റിൽ വിൻ ചെയ്ത് കൊടുക്കോ അതോ വക്കാണ്ടൻ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ ഫ്രണ്ടിനെ ബിട്രേ ചെയ്യോ ഇല്ലയോ എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റോറി. ഓക്കെ, സോ ഇതിനകത്ത് കാണിക്കുന്ന എല്ലാ മിഷൻസിലും അയക്കുന്ന ഓരോ ഏജൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവരെല്ലാവരും വരുന്ന ഇവരുടെ ആ ഒരു സീക്രട്ട് ഏജൻസിയുടെ, അതായത് വക്കാണ്ടയിലുള്ള ഈ സീക്രട്ട് ഏജൻസിയാണ് വാർ ഡോഗ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഏജൻസിന്നാണ് ഇതിലെ ഫസ്റ്റ് മെമ്പറാണ് നമ്മുടെ ഫസ്റ്റ് BC കാണിക്കുന്ന നോണി എന്ന് പറഞ്ഞ ക്യാരക്ടർ, ആ വുമൺ ക്യാരക്ടർ. സോ അവരിൽ നിന്നാണ് ഈ വാർ ഡോഗ്സിന്റെ ഈ ഒരു ഇതും അതിന് മുന്നേ വാർ ഡോഗ്സ് നിറയെ പേര് അതിൽ ഉണ്ട്. പക്ഷെ ഇതിൽ ഈ സ്റ്റോറി ലൈനിൽ ഫസ്റ്റ് മെമ്പറായിട്ട് ഈ വാർ ഡോഗ്സിൽ കാണിക്കുന്ന ആളാണ് നോണി. അപ്പം ഇവിടെ നിന്നാണ് ഈ വാർ ഡോഗ്സിന്റെ ഈ ഒരു സ്റ്റാർട്ടിങ്ങും ബാക്കി മെമ്പേഴ്സിന്റെ കാര്യങ്ങളും അതിൽ നിന്നാണ് ഈ വാർ ഡോഗ്സിന്റെ സീക്രട്ട് ഏജൻസി എന്നാണ് എല്ലാവരെയും വക്കാണ്ട എന്നുള്ള ഓരോ ഏജൻസിനെ ഓരോ ആർട്ടിഫാക്ട്സ് റിട്രീവ് ചെയ്യാൻ വേണ്ടി അയക്കുന്നത്. സോ നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. അത് വന്ന് ചൈനയിൽ ആണ് കാണിക്കണം. ഈ ചൈനയിൽ എന്ന് പറയുമ്പോൾ 1400 AD ഇവിടുത്തെ കഥ നടക്കുന്നത്. ഓക്കെ, ഈ കഥയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥയിൽ ഒരു പുതിയ സൂപ്പർ ഹീറോനെ കാണിക്കുന്നു. പുതിയ സൂപ്പർ ഹീറോ എന്ന് പറയാൻ പറ്റത്തില്ല, അത് ഓൾറെഡി മാർവലിന്റെ പഴയ സീരീസിലുള്ള ഒരു ക്യാരക്ടറിനെ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ക്യാരക്ടർ ആരാണെന്ന് നിങ്ങൾ അനിമെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ സീരീസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 3rd എപ്പിസോഡിൽ വരുന്ന ഈ ക്യാരക്ടർ മാർവലിന്റെ ഏതാണ് ആ ക്യാരക്ടർ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ മൂന്നാമത്തെ എപ്പിസോഡിൽ എന്താ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂന്നാമത്തെ എപ്പിസോഡിൽ എന്ന് പറയുമ്പോൾ ഏജന്റ് ഭാഷ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വക്കാണ്ടയിൽ നിന്ന് ഒരു ഏജന്റിനെ ചൈനയിലേക്ക് അയക്കുന്നുണ്ട്. ഓക്കെ, ആ ചൈനയിലോട്ട് അയക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഡ്രാഗൺ സ്റ്റാച്ചു ഉണ്ട്. ഈ ഡ്രാഗൺ സ്റ്റാച്ചുവിന്റെ ടങ്ങിൽ വന്നിട്ട് നമ്മുടെ വൈബ്രേനിയത്തിന്റെ ഒരു എന്താ പറയുക ആ ഒരു പീസ് ആ ടങ്ങിലാണ് കാർവ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അത് എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ പുള്ളിക്കാരനെ അങ്ങോട്ട് അയക്കുന്നത്. സോ ഈ സാധനം എടുത്തുകൊണ്ട് നമ്മുടെ വക്കാണ്ടയിൽ ഇങ്ങേര് വക്കാണ്ടയുടെ സ്പേസ് ക്രാഫ്റ്റിൽ കയറി വക്കാണ്ടയിൽ തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ വക്കാണ്ടയിൽ തിരിച്ചു വരുമ്പോൾ ഈ സ്പേസ് ക്രാഫ്റ്റിൽ ചൈനയിൽ നിന്നൊരു ഇൻട്രൂഡർ ഉണ്ടായിരുന്നിട്ടുണ്ട്. ആ ഇൻട്രൂഡർ ആരാണെന്നുള്ളതാണ് ഇതിലെ മെയിൻ തീം. ഓക്കെ, സോ ഈ ഇൻട്രൂഡർ വന്നിട്ട് ആ ആർട്ടിഫാക്റ്റ് ഇവിടെ നിന്നെടുത്ത് തിരിച്ച് ചൈനയ്ക്ക് കൊണ്ടുപോകുമോ അതോ വാറിൽ മീൻസ് ഇവിടെ നടക്കുന്ന ആ ഒരു ഫൈറ്റ് സീക്വൻസിൽ ഇവിടെ തന്നെ അത് വക്കാണ്ടയ്ക്ക് തന്നെ അവരുടെ സ്വന്തമാണെന്ന് മനസ്സിലാക്കി ആ വൈബ്രേനിയം അവരുടെ ആണെന്ന് മനസ്സിലാക്കി വൈബ്രേനിയം തിരിച്ചു കൊടുത്തിട്ട് പോവോ ഇല്ലേ എന്നുള്ളതാണ് നമ്മുടെ 3rd എപ്പിസോഡിലെ സ്റ്റോറി. നെക്സ്റ്റ് ഫോർത്ത് എപ്പിസോഡ് എന്ന് പറയുമ്പോഴത്തേനും അതാണ് നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡ്. ഈ ലാസ്റ്റ് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ദ ലാസ്റ്റ് പാന്തർ. ഓക്കെ, അതായത് ബ്ലാക്ക് പാന്തറിനെ ഇതിൽ കാണിക്കുന്നുണ്ട്. മീൻസ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ബ്ലാക്ക് പാന്തർ ഫ്രം എപ്പോന്ന് പറഞ്ഞാൽ ഒരു 500 വർഷങ്ങൾ ഫ്രണ്ടിൽ പോയിട്ട് ആ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് പാന്തർ ഇവരുടെ ഈ പഴയ മീൻസ് ആൻസിസ്റ്ററൽ സീക്വൻസിലുള്ള ഇവരെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ വക്കാണ്ടയിൽ വരുന്നതായിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ്. ടൈം ട്രാവൽ സീക്വൻസ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇവർ കാണിക്കുന്നത്. ഓക്കെ, സോ ഇതിലും ഇതേപോലെ ലാസ്റ്റത്തെ മിഷൻ അയക്കുവാണ്. ഈ ലാസ്റ്റത്തെ മിഷനിൽ ഇതേപോലെ തന്നെ ഒരു ആർട്ടിഫാക്റ്റ് കണ്ടുപിടിച്ചുകൊണ്ട് വരാനുള്ളതാണ്. ഈ ആർട്ടിഫാക്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ഈ ആർട്ടിഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്തവണ ഒരു ആക്സ് ആണ്. ആക്സിന്റെ മോഡലുള്ള ഒരു ആർട്ടിഫാക്റ്റ് ആണ് എടുത്തോണ്ട് വരേണ്ടത്. ഓക്കെ, ഈ ആർട്ടിഫാക്റ്റ് എടുത്തോണ്ട് വരാൻ വേണ്ടിയിട്ട് വാർ ഡോഗ്സിൽ നിന്ന് ഇതുപോലെ ഒരു ഏജന്റ് ആണ് കൂടാന്ന് പറഞ്ഞിട്ട് ഒരു ഏജന്റ്. ഓക്കെ, ഈ ഏജന്റിനെ അയക്കുന്നുണ്ട്. ഈ ഏജന്റിന്റെ കൂടെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ അതായത് വക്കാണ്ടയുടെ കിങ്ങിന്റെയും ക്യൂവിന്റെയും സണ്ണായിട്ടുള്ള പ്രിൻസ് ടഫാരിനെ ഇയാളുടെ കൂടെ അയക്കുന്നുണ്ട്. മീൻസ് ഇവരുടെ ഈ മിഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ അയക്കുന്നുണ്ട്. അപ്പൊ ഈ
ഇവിടെ ഇവർ ഈ ആർട്ടിഫാക്റ്റ് എടുക്കാൻ പോകുന്ന സ്ഥലത്തെന്ന് പറഞ്ഞാൽ അവിടെ വാറ് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പൊ ഈ മിഷന് പോകുന്ന സ്ഥലത്തെന്ന് പറഞ്ഞാൽ അതൊരു എത്യോപ്യൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവർ പോകുന്നത്. അപ്പൊ അവിടെ എന്ന് പറയുന്നത് ഓൾറെഡി അവിടെ വാർ സോൺ ആണ്. ഓക്കെ, അവിടെ വാറ് നടക്കുന്ന സമയത്താണ് ഇവർ ഈ ആക്സ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഈ ആക്സ് എടുക്കാൻ അങ്ങോട്ട് പോയിട്ട് ആക്സ് അവർ കളക്ട് ചെയ്ത് തിരിച്ച് വരുമ്പോഴാണ് നമ്മുടെ ബ്ലാക്ക് പാന്തറിന്റെ അറ്റാക്ക് കിടക്കുന്നത്. അപ്പൊ ബ്ലാക്ക് പാന്തർ എന്തിനാണ് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലാക്ക് പാന്തർ ഇവരോട് ഒരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ ടൈം ലൈനിൽ നിന്ന് ആക്സ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ മാറും. സോ ഈ ആക്സ് നിങ്ങൾ തിരിച്ചുകൊണ്ട് വെച്ചിട്ട് ഈ ടൈം ലൈൻ കറക്റ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഇതിനകത്ത് ഇവരോട് ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അവർ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അപ്പം അവസാനം ഇതിൽ നമ്മുടെ പ്രിൻസ് നമ്മുടെ ഈ ഫ്യൂച്ചറിൽ നിന്ന് വന്ന ബ്ലാക്ക് പാന്തറിന്റെ അടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും, നിങ്ങൾ ഫ്യൂച്ചറിൽ നിന്നാണ് വന്നതെന്ന് എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ ഇത് പറയണ കേട്ടിട്ട് നമ്മുടെ ബ്ലാക്ക് പാന്തർ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോഴുള്ള വക്കാണ്ടൻ ക്യൂവിന് വന്നിട്ട് പുള്ളിക്കാരി പ്രഗ്നന്റ് ആണ്, അതിൽ ഒരു ബേബി ഗേളാണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേനും ഇവർ ആലോചിക്കും. സോ ഇവർ ചോദിക്കുന്നുണ്ട് എന്തിനാ നിങ്ങൾക്ക് ഈ ആക്സ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയണമെന്ന് വെച്ചാൽ, 500 വർഷങ്ങൾ ഫ്രണ്ടിൽ പോകുമ്പം വക്കാണ്ടയിൽ ഒരു വലിയ വാറ് നടക്കും. ആ വാറിലെന്ന് പറയുമ്പോഴത്തേനും ദ ഹോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഏലിയൻസുമായിട്ട് ഒരു വാർ നടക്കും. ഈ വാറിനകത്ത് വക്കാണ്ട ഫുള്ളായിട്ട് നശിച്ചു പോകുന്നതായിട്ടാണ് കഥ. അപ്പൊ ഇത് ഇങ്ങനെ ഒരു വിഷനായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കാണിച്ചു കൊടുക്കുന്നത്, അതായത് കൂടെയ്ക്കും നമ്മുടെ പ്രിൻസിനെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ കാണിച്ചു കൊടുക്കുമ്പോഴത്തേനും അതിനകത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏലിയൻസ് വന്ന് ഇവിടെ അറ്റാക്ക് നടത്തി മൊത്തം വക്കാണ്ടങ്ങ് നാശമായി പോകുന്നതായിട്ട ഒരു സീക്വൻസ് ആണ് ഇവർ കാണുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആക്സ് എവിടെ നിന്ന് എടുത്തോ അവിടെ കൊണ്ട് തിരിച്ചു വെക്കണമെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. സോ അപ്പോഴത്തേന് ഈ ഇത് പറഞ്ഞ് തീരണതും ഇവർ ടൈം ഫ്ലിപ്പായി ഇവർ തിരിച്ച് അവരുടെ ഫ്യൂച്ചറിസ്റ്റിക് വേൾഡിൽ പോകണം. അവിടെ അത്രയും എനർജി ഇല്ല ഇവരെ ഇങ്ങനെ ടൈം ട്രാവൽ ചെയ്യിപ്പിക്കാനുള്ളത്. അത് കാരണം ഇവർ തിരിച്ച് ഫ്ലിപ്പടിച്ച് വീണ്ടും പോകുന്നുണ്ട്. സോ ഇതെല്ലാം കണ്ട് നിൽക്കണ പ്രിൻസ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. സോ പുള്ളിക്കാരൻ തിരിച്ച് ഈ ആക്സ് തിരിച്ച് അങ്ങ് കൊണ്ടുവയ്ക്കണോ അതോ ഇവർക്ക് വക്കാണ്ടയിൽ കൊടുത്ത ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് ഈ ആക്സ് തിരിച്ച് വക്കാണ്ടിൽ തന്നെ റിട്രീവ് ചെയ്ത് വെക്കണോ ഇല്ലയോ എന്നുള്ളൊരു ഇതിലാണ് നമ്മുടെ 4th എപ്പിസോഡ്. ഓക്കെ, ഇപ്പൊ ഈ 4th എപ്പിസോഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കഥയെല്ലാം എവിടെ പോയാണ് കണക്ട് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് കണക്ഷൻസ് പോയത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ 4th എപ്പിസോഡിൽ അതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്ലസ് ഇതിന്റെ എൻഡിൽ ഒരു സീൻ വരുന്നുണ്ട്. ആ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് പാന്തർ ഫസ്റ്റ് മൂവിയിൽ 2018 റിലീസായി ആ മൂവിയുടെ ഫസ്റ്റ് സീനുമായിട്ട് ഇത് പോയി കണക്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ്. അപ്പം നിങ്ങൾ ഈ അനിമേഷൻ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കുക. നല്ലൊരു അനിമയാണ്, നല്ല കൂളായിട്ടുള്ള അനിമേഷനും VFX കാര്യങ്ങളും എല്ലാം ആണ്. ഓക്കെ, ഓൾ ഇൻ ഓൾ ഒരു ഗുഡ് അനിമ തന്നെയാണ് ഐസ് ഓഫ് വക്കാണ്ട. പ്ലസ് ഇതുപോലുള്ള മാർവൽ ന്യൂ വീഡിയോസും റീൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.